വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫയൽസ്. മലയാളികളിൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുള്ള പേരാണ് മിഷേൽ ഷാജിയുടേത്. മിഷേലിൻ്റെ മരണം സംഭവിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ദുരൂഹത മാറാതെ നിൽക്കുകയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും മിഷേലിൻ്റെ മരണത്തെക്കുറിച്ചാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2017 മാർച്ച് 5-നാണ് പിറവം മുളകക്കുളം വടക്കേക്കര പെരിയപ്പുറം എണ്ണക്കാപ്പിള്ളിൽ ഷാജി വർഗീസിൻ്റെയും സൈലമ്മയുടെയും മകളായ മിഷേൽ ഷാജിയെ കാണാതാവുന്നത്. പിറ്റേന്ന് വൈകിട്ട് മൃതദേഹം കൊച്ചി കായലിൽ കണ്ടെത്തി. ആത്മഹത്യയാണെന്ന് പറഞ്ഞ് പോലീസ് കാര്യമായ അന്വേഷണം നടത്തിയില്ല. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി മിഷേലിൻ്റെ കാമുകനെ പ്രതി ചേർത്തിരുന്നു. എന്നാൽ തങ്ങളുടെ മകളുടെ മരണം ആത്മഹത്യയല്ലെന്ന് ഷാജി വർഗീസും ഭാര്യയും ഇപ്പോഴും ആവർത്തിക്കുന്നു. സംഭവം നടന്ന് 8 വർഷം പിന്നിടുമ്പോഴും തങ്ങളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനും നീതി തേടിയും അലയുകയാണ് ഒരു അച്ഛനും അമ്മയും. വർഷാവർഷം മിഷേലിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരാറുണ്ട്. എന്നാൽ ഈ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ ഇപ്പോഴും ആർക്കും കഴിഞ്ഞിട്ടില്ല. CA വിദ്യാർത്ഥിനിയായിരുന്നു മിഷേൽ. കൊച്ചിയിൽ ഹോസ്റ്റലിലായിരുന്നു താമസം. 2017 മാർച്ച് 5-ന് മിഷേലിനെ കാണാതാകുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ മിഷേൽ ഏകദേശം ഒരു 5 മണിയോടെ കലൂർ പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം സന്ധ്യയോടെ ഗോശ്രീ പാലത്തിലൂടെ നടന്നു പോകുന്നതായുള്ള ചില CCTV വിഷ്വൽസ് പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് കായലിൽ ചാടി മിഷേൽ ജീവനൊടുക്കിയതെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. വൈകുന്നേരം ഒരു 8-8:30യോടെയാണ് മിഷേലിനെ കാണാനില്ലെന്ന വിവരം കുടുംബം അറിയുന്നത്. മിഷേലിന്റെ സുഹൃത്ത് അമ്മയെ വിളിച്ച് മിഷേൽ വീട്ടിലുണ്ടോ, ഹോസ്റ്റലിൽ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞതോടെയാണ് ഇവർ മിഷേലിന്റെ മിസ്സിംഗ് അറിയുന്നത്. തുടർന്ന് ഈ അച്ഛനും അമ്മയും ആദ്യം തന്നെ ഹോസ്റ്റലിലേക്കും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കും പാഞ്ഞെത്തി. മിഷേലിനെ കാണാനില്ലെന്നറിഞ്ഞ മാതാപിതാക്കൾ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെട്ടിട്ടും അന്വേഷണം തുടങ്ങാനോ പ്രാഥമിക നടപടികൾ കൈക്കൊള്ളാനോ ഇതിന് പരാതി സ്വീകരിക്കാനോ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ഒരു 3 സ്റ്റേഷൻ വരെ ഇവർ ആ രാത്രിയിൽ പോയെന്നാണ് പറയുന്നത്. ഓരോ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും ഇത് ഇവിടെയല്ല, അടുത്ത സ്റ്റേഷൻ പരിധിയിലാണ്, അവിടെ പറയൂ, അവിടുത്തെ സ്റ്റേഷനിൽ പോകൂ, അടുത്ത സ്റ്റേഷനിൽ പറയൂ, അങ്ങനെയൊക്കെ അവരൊരു 3 സ്റ്റേഷനോളം കയറിയിറങ്ങി. ഒടുക്കം പരാതി സ്വീകരിച്ച പോലീസ് ആത്മഹത്യയാണെന്ന് തീർപ്പ് കൽപ്പിക്കുകയും ആത്മഹത്യയാണെന്ന് പറഞ്ഞ് കാര്യമായൊരു അന്വേഷണം നടത്തുകയും ഒന്നും ചെയ്തില്ല. പള്ളിയിൽ നിന്ന് മിഷേൽ ഇറങ്ങിയതിന് പിന്നാലെ 2 പേർ ബൈക്കിൽ പോകുന്നത് കണ്ടിരുന്നു. ഇവരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചില്ല. ദുർബലമായൊരു സാക്ഷിമൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് മിഷേൽ ഗോശ്രീ 2-ാം പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നതെന്നാണ് മിഷേലിന്റെ കുടുംബം ആരോപിക്കുന്നത്. ക്രൈംബ്രാഞ്ച് പിന്നീട് കേസ് അന്വേഷണം ഏറ്റെടുത്തു. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും മിഷേൽ ആത്മഹത്യ ചെയ്തതാണ് എന്ന ദിശയിൽ നീങ്ങിയതോടെ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. അന്വേഷണ പരിധി വിപുലപ്പെടുത്തി അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ച് കോടതി ഈ ആവശ്യം തള്ളി. എന്നാൽ മിഷേലിന്റെ മൃതദേഹത്തിൽ നിന്ന് തുടങ്ങുകയാണ് കുടുംബത്തിന്റെ ഓരോ സംശയങ്ങളും. ശരീരത്തിൽ ആരോ ബലമായി പിടിച്ചതിന്റെ പാടുകൾ, മുഖത്ത് നഖം ആഴത്തിൽ ഇറങ്ങിയതിന്റെ പാട്, ചുണ്ടുകൾ മുറിച്ചതിന്റെ പാട്, ഒരു കമ്മൽ ചെവിയിൽ നിന്ന് വലിച്ചു പറിച്ച അവസ്ഥയിലായിരുന്നു. വലത് കൈയിൽ 4 വിരൽപ്പാടുകൾ ആരോ വലിച്ച് അമർത്തിയ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇതൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇതൊന്നുമില്ല. ഇതൊക്കെ ആരുടെയോ സമ്മർദ്ദത്തിൽ തിരുത്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിൽ ക്രൈംബ്രാഞ്ചിന് വീഴ്ചയുണ്ടായെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മിഷേൽ ഗോശ്രീ 2-ാം പാലത്തിൽ നിന്ന് കായലിൽ ചാടിയതാണെന്നതിന് വ്യക്തമായൊരു തെളിവില്ല. അതിലെ കടന്നുപോയ അമൽ ജോർജിന്റെ മൊഴിയാണ് ഇതിനാധാരം. സാക്ഷി പറഞ്ഞ ഇടം കേന്ദ്രീകരിച്ചാണ് കായലിൽ പരിശോധന നടത്തിയത്. അതിനാൽ ബാഗും വാച്ചും ഷൂസും ഒന്നും കണ്ടെത്താനായില്ല. ഗോശ്രീ 1-ാം പാലത്തിനടുത്തേക്കും തിരച്ചിൽ വ്യാപിപ്പിക്കേണ്ടതായിരുന്നു.
ഈ മൃതദേഹം ജീർണിക്കാത്തതിന് കാരണമായി പറഞ്ഞത് വെള്ളത്തിലെ ഉപ്പുരസമടക്കമുള്ള കാരണങ്ങളാണ്. എന്നാൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെ ജലസാമ്പിൾ മാത്രമാണ് ശേഖരിച്ചത്. പെൺകുട്ടി ചാടിയെന്ന് പറയുന്നിടത്തെ വെള്ളം ശേഖരിച്ചില്ല. മട്ടാഞ്ചേരി വാർഫിന് സമീപമാണ് മിഷേലിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. വേലിയിറക്കത്തിന്റെ ഫലമായാണ് ശരീരം ഒഴുകിയതെന്ന പോലീസിന്റെ നിഗമനം ശരിയാണ്. എന്നാൽ മൃതദേഹം വെള്ളത്തിൽ കിടന്ന 20 മണിക്കൂറിനിടെ എത്ര വേലിയിറക്കം ഉണ്ടായെന്ന് പഠനം നടത്തിയില്ല. മിഷേലിന്റെ വയറ്റിൽ ദഹിക്കാത്ത ക്യാരറ്റിന്റെ അംശമുണ്ടായിരുന്നു. എന്നാൽ ഹോസ്റ്റൽ പാചകത്തിന് ക്യാരറ്റ് അന്ന് ഉപയോഗിച്ചിരുന്നില്ലെന്ന് മാതാപിതാക്കൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി. മറ്റാർക്കെങ്കിലും ഒപ്പം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിരിക്കാനുള്ള സാധ്യതകൾ വീട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടും സമീപത്തെ ഹോട്ടലുകളിൽ അന്വേഷിച്ചില്ല. 7 വർഷം കടന്നുപോയതിനാൽ ഇക്കാര്യം ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്ന് കോടതിയും പറഞ്ഞു. മാത്രമല്ല, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ട ക്രോണിൻ അലക്സാണ്ടർ, അതായത് മിഷേലിന്റെ കാമുകൻ, മിഷേലിനെ കാണാതാകുന്ന മാർച്ച് 5-ന് 5 മണിക്കൂറിനുള്ളിൽ 60-ലേറെ മെസ്സേജുകളാണ് ഈ മിഷേലിന് അയച്ചത്. ഇവയൊക്കെ മിഷേലിനെ കാണാതായെന്ന് അറിഞ്ഞതോടെ ഡിലീറ്റും ചെയ്തു. മിഷേൽ അവസാനം ഫോണിൽ സംസാരിച്ചതും ഈ ക്രോണിനോടാണ്. എന്നാൽ ഈ യുവാവ് ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ ഇതുവരെയും വീണ്ടെടുക്കാനായിട്ടില്ല. ക്രോണിന്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ഒരു അൺസെൻഡ് സന്ദേശം മനസ്സുലയ്ക്കുന്ന വിധത്തിലുള്ളതാണെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. ഇരുവരുടെയും സൗഹൃദത്തിന് മിഷേലിന്റെ വീട്ടുകാർ എതിരായിരുന്നുവെന്നത് വ്യക്തമാണ്. അവസാന ദിവസങ്ങളിലെ ഫോൺ വിളി വിവരങ്ങൾ നോക്കുമ്പോൾ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായെന്ന് ഉള്ള സൂചനകളുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. അടുത്തിടെ മിഷേലിന്റെ മരണത്തെ ആസ്പദമാക്കി അർജുൻ അശോകൻ നായകനായി എത്തിയ ആനന്ദ് ശ്രീബാല എന്ന ചിത്രം പുറത്തിറങ്ങിയിരുന്നു. അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ചിത്രത്തിൽ 75% നടന്നതും 25% തിരക്കഥാകൃത്തിന്റെ ഭാവനയും എന്നാണ് പറയുന്നത്. ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് ഈ കേസിന്റെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അത് പൂർണ്ണമായി ശരിയാണെന്ന് നമുക്കും പറയാൻ സാധിക്കില്ല. പക്ഷേ മിഷേലിന്റെ മൃതദേഹത്തിലെ പാടുകളെല്ലാം വളരെ ദുരൂഹമാണല്ലേ. വീട്ടുകാരുടെ സംശയങ്ങളും അതുതന്നെയാണ്. അവരുടെ സംശയങ്ങൾ അപ്പാടെ മാറ്റേണ്ടത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇനിയിപ്പോൾ മിഷേൽ ആത്മഹത്യ ചെയ്തതാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, ആ പാടുകൾ ശരീരത്തിൽ എങ്ങനെ വന്നു? ചുണ്ടെങ്ങനെ മുറിഞ്ഞു? കാതിലെ കമ്മൽ പറഞ്ഞു പോകും വിധം മിഷേലിന് എന്ത് സംഭവിച്ചു? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ? മിഷേലിന്റെ അച്ഛനും അമ്മയ്ക്കും അറിയേണ്ടതും അത് തന്നെയാണ്. പക്ഷെ ആർക്കൊക്കെയോ വേണ്ടിയെല്ലാം തിരുത്തി കുറിച്ചിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. നമുക്കും അങ്ങനെ തന്നെ പറയേണ്ടി വരും. മിഷേലിനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതിനിടയിൽ ബോധം നഷ്ടമാവുകയും ബോധമില്ലാതെ കിടന്ന മിഷേലിനെ കായലിൽ കൊണ്ടിട്ടപ്പോൾ മരണപ്പെട്ടതാണെങ്കിലും അതൊരു മുങ്ങിമരണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷെ അതൊരു മുങ്ങിമരണമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. മരണത്തിന് മുമ്പ് മിഷേലിന് എന്ത് സംഭവിച്ചു? പള്ളിയിൽ നിന്നിറങ്ങി മിഷേൽ എങ്ങോട്ട് പോയി? മിഷേലിനെ പിന്തുടർന്നത് ആരാണ് എന്നുള്ളതിനെല്ലാം ഒരു ഉത്തരം കണ്ടുപിടിക്കണം. ഇതിനെല്ലാം ഒരു ഉത്തരം ആവശ്യം തന്നെയാണ്. നമ്മുടെ നിയമ സംവിധാനത്തെയൊക്കെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് മിഷേലിന്റെ ഘാതകൻ അല്ലെങ്കിൽ ഘാതകർ എവിടെയോ ഇരിക്കുന്നുണ്ട്. എന്തായാലും ആ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടുമെന്നും യഥാർത്ഥ കുറ്റവാളികളെ ഇനിയെങ്കിലും കണ്ടെത്താനാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ. നിങ്ങൾക്ക് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പറയാനുള്ളത്? മിഷേലിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തന്നെ കമന്റായി രേഖപ്പെടുത്തും. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.